നമസ്കാരം. നമ്മൾ ദിവസവും ഒരുപാട് വെബ്സൈറ്റുകൾ, ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ സ്മൂത്തായി വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉം, നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ബട്ടണുകളും ഡിസൈനും അതൊക്കെ ഫ്രണ്ട് എൻഡ്. പക്ഷെ അതിന് പിന്നിൽ ഒരു വലിയ, എന്താ പറയാ, ഒരു എഞ്ചിൻ റൂം തന്നെയുണ്ട്. അതെ അതെ, അതാണ് ബാക്ക് എൻഡ്. വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഓർഡറുകൾ എടുക്കുന്ന, എല്ലാം ചെയ്യുന്ന ഒരു അണിയറ ലോകം. ശരിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആ ബാക്ക് എൻഡ് എന്ന ലോകത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങി നോക്കുകയാണ്. കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് ഈ സംഭവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. ഈ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന്റെ ഹൃദയം പോലെയാണ് ശരിക്കും. ഫ്രണ്ട് എൻഡ് കാണാൻ ഭംഗിയുണ്ടാവാം, പക്ഷെ അതിന് ജീവൻ കൊടുക്കുന്നത് ഈ ബാക്ക് എൻഡ് ആണ്. അതെ. എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ എവിടെ പോകുന്നു? അതെ, വെബ്സൈറ്റുകൾക്ക് എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഈ ക്ലയന്റ് സെർവർ മോഡൽ അതെന്താണെന്ന് നോക്കാം. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ ആമസോണിൽ കയറി ഒരു സാധനം വാങ്ങി ആ പ്ലേസ് ഓർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ നിമിഷം ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അതാണ് ക്ലയന്റ്. ഓക്കെ. ഈ ക്ലയന്റ് ഇന്റർനെറ്റ് വഴി ആമസോണിന്റെ കമ്പ്യൂട്ടറുകളിലേക്ക് ഒരു സന്ദേശം, ഒരു റിക്വസ്റ്റ് അയക്കുകയാണ്. ശരി. ആ സന്ദേശം കിട്ടുന്ന ആമസോണിന്റെ ആ വലിയ കമ്പ്യൂട്ടറുകളാണ് സെർവർ. അപ്പോൾ ക്ലയന്റ് ചോദിക്കുന്നു, സെർവർ ഉത്തരം തരുന്നു, അത്രയുള്ളൂ. അതെ, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അതാണ് സംഭവം. ക്ലയന്റ് ഒരു ആവശ്യം പറയുന്നു, സെർവർ അത് പ്രോസസ്സ് ചെയ്ത് ഒരു മറുപടി കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധാരണ ലാപ്ടോപ്പിന് ഇങ്ങനെ തനിയെ വരുന്ന ആയിരക്കണക്കിന് റിക്വസ്റ്റുകൾ എടുത്ത് മറുപടി കൊടുക്കാൻ പറ്റില്ല. ഓ, ശരിയാണ്. അതിനെ ഒരു സെർവറാക്കി മാറ്റണമെങ്കിൽ അതിനുവേണ്ട പ്രത്യേക സോഫ്റ്റ്വെയറും കോഡിങ്ങും ഒക്കെ വേണം. ആ, അവിടെയാണ് ഈ ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഒരു റോള് വരുന്നത്, അല്ലേ? കൃത്യം. ജാവ, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ Node.js എന്ന എൻവയോൺമെന്റില്, റൂബി, C#, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. ഈ ഭാഷകൾ വെച്ച് കമ്പ്യൂട്ടറിനോട് പറയാം, ഇന്റർനെറ്റിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ ഇന്ന കാര്യം ചെയ്യണം എന്ന്. അതെ, പക്ഷേ ഈ ഭാഷകൾ മാത്രം വെച്ച് പൂജ്യത്തിൽ നിന്നൊരു സെർവർ ഉണ്ടാക്കുന്നത്, എന്താ പറയാ, കുറച്ച് പണിയാണ്. ഓക്കെ. വരുന്ന റിക്വസ്റ്റ് വായിച്ചെടുക്കണം, അതിലെ ഡാറ്റ വേർതിരിക്കണം, മറുപടി ഉണ്ടാക്കണം. ഇതിനൊക്കെ ഒരുപാട് കോഡ് എഴുതണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അതെ, ആ ബുദ്ധിമുട്ടൊഴിവാക്കാനാണ് ഡെവലപ്പർമാർ ചില എളുപ്പവഴികൾ, ടൂൾസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ. ഒന്ന് ബാക്ക് എൻഡ് ഫ്രെയിംവർക്കുകൾ, പിന്നെ പാക്കേജ് മാനേജറുകൾ. ഫ്രെയിംവർക്ക് അത് കേട്ടിട്ടുണ്ട്. Express.js, Django, അങ്ങനെയുള്ള പേരുകൾ. അത് തന്നെ. ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഈ സെർവർ ഉണ്ടാക്കാൻ വേണ്ട ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു ചട്ടക്കൂട് പോലെയാണ്. ഓക്കെ, റെഡിമെയ്ഡ് ബേസ്. അതെ, ഇത് വെച്ച് കുറഞ്ഞ കോഡിൽ പെട്ടെന്ന് സെർവർ ഉണ്ടാക്കാൻ പറ്റും. ജാവസ്ക്രിപ്റ്റിനെ എക്സ്പ്രസ്, പൈത്തണിന് ജാങ്കോ, ഫ്ലാസ്ക്, ജാവക്ക് സ്പ്രിംഗ്, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ പോപ്പുലർ ഫ്രെയിംവർക്കുകളുണ്ട്. അപ്പോ ഡെവലപ്പറുടെ പണി കുറയും. ഒരുപാട് കുറയും. അവർക്ക് ആ വെബ്സൈറ്റിന്റെ പ്രധാന ലോജിക്കൽ മാത്രം ശ്രദ്ധിച്ചാ മതി. പക്ഷെ ഇതിനൊരു മറുവശം കൂടിയുണ്ട് കേട്ടോ. അതെന്താ? ചിലപ്പോൾ ഈ ഫ്രെയിംവർക്കുകള് ഒരു മാജിക് ബോക്സ് പോലെ തോന്നും. കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് പിന്നിൽ നടക്കുന്നതെന്ന് ഒരു തുടക്കക്കാരന് പെട്ടെന്ന് മനസ്സിലാവില്ല. ശരിയാണ്. ആ ഒരു പ്രശ്നമുണ്ട്. ഇനി രണ്ടാമത്തെ ടൂൾ, പാക്കേജുകൾ. ഇത് മറ്റുള്ള ഡെവലപ്പർമാർ എഴുതിവെച്ച റെഡി ടു യൂസ് കോഡ് ലൈബ്രറികളാണ്. ഇപ്പോ കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ ഡേറ്റാബേസുമായിട്ട് സംസാരിക്കാൻ, പാസ്വേഡ് സേഫ് ആക്കാൻ, ഇതിനൊക്കെ പ്രത്യേകം പാക്കേജുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും അത് ഉണ്ടാക്കാൻ പോണ്ട. വേണ്ട, ആ പാക്കേജ് എടുത്ത് ഉപയോഗിച്ചാ മതി. ഈ പാക്കേജുകളെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാനും അതിന്റെ വേർഷൻ നോക്കാനും ഒക്കെ സഹായിക്കുന്ന ടൂളാണ് പാക്കേജ് മാനേജർ. ഓക്കെ. npm, pip എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതാണോ? അതെ. ജാവാസ്ക്രിപ്റ്റിന് npm അല്ലെങ്കിൽ yarn, പൈത്തണിന് pip, റൂബിക്ക് ബണ്ട്ലർ, ജാവയ്ക്ക് മേവൻ. ഇതൊക്കെ പാക്കേജ് മാനേജർമാരാണ്. അപ്പോ ഒരു ബാക്ക്എൻഡ് ഉണ്ടാക്കാൻ ഒരു ലാംഗ്വേജ്, ഒരു ഫ്രെയിംവർക്ക്, പിന്നെ ആവശ്യത്തിന് പാക്കേജുകൾ. ഇത്രയും മതി, അല്ലേ? അതെ, ബേസിക്കലി അതാണ് സെറ്റപ്പ്. ശരി. അപ്പോൾ നമ്മുടെ സെർവർ കോഡ് റെഡി. പക്ഷേ ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ വിവരങ്ങൾ വേണ്ടേ? ആമസോണിന്റെ കാര്യത്തിൽ യൂസർ ഡീറ്റെയിൽസ്,
ഓർഡർ ഹിസ്റ്ററി, സാധനങ്ങളുടെ വില, സ്റ്റോക്ക് ഇതൊക്കെ എവിടെ സേവ് ചെയ്യണമല്ലോ. അവിടെയാണ് ഡേറ്റാബേസിന്റെ റോള്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഈ വിവരങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഡിജിറ്റൽ കലവറയാണ്. MySQL, പോസ്റ്റ്ഗ്രസ്, മോംഗോഡിബി ഇതൊക്കെ ഡേറ്റാബേസ് ആണോ? അതെ, MySQL, പോസ്റ്റ്ഗ്രസ് ഒക്കെ റിലേഷണൽ ഡേറ്റാബേസുകളാണ്. ടേബിളുകളായിട്ടാണ് ഡേറ്റ വെക്കുക. മോംഗോഡിബി ഒരു NoSQL ഡേറ്റാബേസാണ്. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് ഡേറ്റ വെക്കുന്ന രീതി. ഇത് സാധാരണയായിട്ട് ബാക്കെൻഡ് ഇരിക്കുന്ന അതേ കമ്പ്യൂട്ടറിൽ തന്നെയാണോ വെക്കുന്നത്? സാധാരണയായി അല്ല, വേറൊരു സെർവറിലാണ് ഡേറ്റാബേസ് വെക്കാറ്. നമ്മുടെ ബാക്കെൻഡ് കോഡിന് ഈ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റണം, വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ. ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷന്റെ ഓർമ്മയാണ് ഡേറ്റാബേസ്. അതെ, ഓർമ്മ. മിക്ക ആപ്ലിക്കേഷനും തുടങ്ങുമ്പോൾ ഒരു ബാക്കെൻഡ് സെർവറും ഒരു ഡേറ്റാബേസും മതിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ ആമസോൺ ഓർഡറിന്റെ കാര്യം പറഞ്ഞു. അത് ഈ ബാക്കെൻഡും ഡേറ്റാബേസും വെച്ച് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലയന്റ് ഫ്രണ്ട് എൻഡ് ഒരു റിക്വസ്റ്റ് ബാക്കെൻഡിലേക്ക് അയക്കുന്നു. ഓക്കെ. ബാക്കെൻഡ് ആ റിക്വസ്റ്റ് എടുക്കുന്നു, അതിൽ എന്തൊക്കെ സാധനം, അഡ്രസ് ഒക്കെ നോക്കി ആ വിവരങ്ങൾ ഡേറ്റാബേസിൽ സേവ് ചെയ്യുന്നു. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കെൻഡ് ഒരു റെസ്പോൺസ് തിരിച്ചു ഫ്രണ്ട് എൻഡിലേക്ക് അയക്കും. ഓർഡർ കിട്ടി എന്നോ മറ്റോ. ആ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് സ്ക്രീനിൽ ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണുന്നത്. അതെ, ഈ കൊടുക്കൽ വാങ്ങൽ റിക്വസ്റ്റ് വരുന്നു, പ്രോസസ് ചെയ്യുന്നു, റെസ്പോൺസ് പോകുന്നു. ഇതാണ് റിക്വസ്റ്റ് റെസ്പോൺസ് സൈക്കിൾ. ഇന്റർനെറ്റിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ സൈക്കിളിലാണ്. ഇത് കസ്റ്റമറുടെ കാര്യം. ഇനി ആമസോൺ വെയർഹൌസിലെ ആള് ഓർഡർ ബാക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ഇത് തന്നെയല്ലേ? അതെ, അവരുടെ കമ്പ്യൂട്ടർ അതൊരു ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡിലേക്കൊരു റിക്വസ്റ്റ് അയക്കും. ഈ ഓർഡർ നമ്പർ ഡീറ്റെയിൽസ് ഇതാ. ബാക്ക് എൻഡ് ഡേറ്റാബേസിൽ പോയി നോക്കി ആ വിവരങ്ങൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കും. അപ്പോ ഒരേ ബാക്കെൻഡ് പലതരം ഫ്രണ്ട് എൻഡുകളുമായി സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും. ഇനി ഈ റിക്വസ്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയാലോ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. നോക്കാം. ഒരു ഓർഡർ ഉണ്ടാക്കുന്ന റിക്വസ്റ്റ് ആണെങ്കിൽ അതിന്റെ ബോഡിയിൽ ഈ പറഞ്ഞ സാധനങ്ങൾ, അഡ്രസ് ഒക്കെ കാണും. അതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? അതിനോടൊപ്പം ഒരു 3 പ്രധാന ഭാഗങ്ങൾ കൂടി കാണും. ഒന്ന്, റിക്വസ്റ്റിന്റെ ടൈപ്പ്. ഉദാഹരണത്തിന് പോസ്റ്റ്. അതെ, ഡേറ്റ അങ്ങോട്ട് കൊടുത്ത് പുതിയൊരു സാധനം ഉണ്ടാക്കാൻ ക്രിയേറ്റ് പറയുമ്പോൾ സാധാരണ പോസ്റ്റാണ് ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ ഡൊമെയിൻ നെയിം ഉണ്ടാവും, amazon.com പോലെ. ഓക്കെ. എങ്ങോട്ട് പോകണമെന്ന് പറയാൻ. അതെ. മൂന്നാമത്തേത് URL പാത്ത്. ഉദാഹരണത്തിന് ഓർഡേഴ്സ്. അതെ, ഡൊമെയിൻ നെയിം amazon.com വെച്ച് സെർവറിലെത്തും. പക്ഷെ ആ സെർവറിനകത്ത് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഈ ടൈപ്പും പോസ്റ്റും പാത്തും ഓർഡേഴ്സും ചേർന്നാണ്. ഓഹോ. അപ്പോ ബാക്കെൻഡ് കോഡില് നമ്മൾ പറഞ്ഞു വെക്കണം, പോസ്റ്റ് ഓർഡേഴ്സ് എന്ന് വന്നാൽ ഇന്ന കാര്യം ചെയ്യണമെന്ന്. അതെ, അതുപോലെ ഗെറ്റ് ഓർഡേഴ്സ് എന്ന് വന്നാൽ യൂസറുടെ പഴയ ഓർഡറുകൾ കൊടുക്കണം. ഡിലീറ്റ് ഓർഡേഴ്സ്, ഒരു ഓർഡർ ID വന്നാൽ ആ ഓർഡർ ഡിലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ ടൈപ്പ് പാത്ത് കോമ്പിനേഷനും എന്ത് ചെയ്യണം എന്ന് നമ്മൾ കോഡിൽ എഴുതി വെക്കും. ഇതിനെയാണോ API എന്ന് പറയുന്നത്? അതെ, ഈ ബാക്കെൻഡ് ഏതൊക്കെ റിക്വസ്റ്റുകൾ സ്വീകരിക്കും, ഓരോന്നിനും എന്ത് ചെയ്യും എന്ന് നിർവചിക്കുന്ന ഈ റൂട്ടുകളുടെയും നിയമങ്ങളുടെയും ഒരു കൂട്ടമാണ് API, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. അതായത് ഫ്രണ്ട് എൻഡും ബാക്കെൻഡും തമ്മിലുള്ള ഒരു മെനു കാർഡ് പോലെ. അങ്ങനെ പറയാം. ഒരു കരാർ. ഫ്രണ്ട് എൻഡിന് അറിയാം ഇന്ന കാര്യങ്ങൾ ബാക്കെൻഡിനോട് ചോദിക്കാമെന്ന്. APIയിൽ ഇല്ലാത്ത ഒരു റിക്വസ്റ്റ് വെറുതെ ഗെറ്റ് ഡിലീറ്റ് ഡേറ്റാബേസ് എന്നൊക്കെ അയച്ചാൽ ബാക്കെൻഡ് സമ്മതിക്കില്ല, എറർ പറയും. ഓക്കെ. API ഡിസൈൻ ചെയ്യാനും ചില സ്റ്റാൻഡേർഡ് വഴികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. റെസ്റ്റ്, റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. അതൊരു API ഡിസൈൻ സ്റ്റൈലാണ്, വളരെ പോപ്പുലറാണ്. റെസ്റ്റ് അനുസരിച്ച് ഈ HTTP മെത്തേഡ്സിന് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ഗെറ്റ് എന്നാൽ എടുക്കാൻ, റീഡ്. പോസ്റ്റ് ഉണ്ടാക്കാൻ, ക്രിയേറ്റ്. പുട്ട് അപ്ഡേറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ്. ഡിലീറ്റ് ചെയ്യാൻ, ഡിലീറ്റ്. അപ്പോ ആ പാത്തും മെത്തേഡും കൂടിച്ചേരുമ്പോൾ പോസ്റ്റ് ഓർഡേഴ്സ് ഒരു ലോജിക്കൽ മീനിംഗ് വരും. ഓർഡർ ഉണ്ടാക്കുക. ഗെറ്റ് ഓർഡേഴ്സ് എന്നാൽ ഓർഡറുകൾ എടുക്കുക. ഇതിനെയാണ് റെസ്റ്റ്ഫുൾ API എന്ന് പറയുന്നത്. ഇത് അല്ലാതെ വേറെ സ്റ്റൈലുകളുമുണ്ടോ? ഉണ്ട്. GraphQL എന്നത് വേറൊന്നാണ്. അവിടെ സാധാരണ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവൂ. റിക്വസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ഡാറ്റയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. gRPC എന്നൊന്നുണ്ട്. അത് കുറച്ചുകൂടി വേഗതയേറിയ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്.
ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്, എന്നാലും വെബിൽ റെസ്റ്റാണ് ഇപ്പോഴും കിങ്. മനസ്സിലായി. അപ്പോൾ ക്ലയന്റ്, സെർവർ, ഡേറ്റാബേസ്, API ഇതൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടി. ഇനി ഇതൊക്കെ എവിടെയാണ് റൺ ചെയ്യുന്നത്? പണ്ടൊക്കെ കമ്പനികൾ സ്വന്തമായിട്ട് സെർവർ റൂമൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലേ? ആയിരുന്നു. വലിയ AC ഇട്ട മുറിയിൽ കുറേ മെഷീനുകൾ, അതിനെ നോക്കാൻ ആളുകൾ. പക്ഷെ ഇന്ന് കഥ മാറി. ക്ലൗഡ്. അതെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. AWS, ആമസോൺ വെബ് സർവീസസ്, GCP, ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് അസോർ ഇവരാണ് പ്രധാനികൾ. സ്വന്തമായി ഹാർഡ്വെയർ വാങ്ങുന്നതിന് പകരം ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടിംഗ് പവർ വാടകയ്ക്ക് എടുക്കാം. സെർവർ, സ്റ്റോറേജ്, നെറ്റ്വർക്ക് ഒക്കെ. നമ്മൾ ശരിക്കുള്ള കമ്പ്യൂട്ടറാണോ വാടകയ്ക്ക് എടുക്കുന്നേ? നേരിട്ടല്ല. അവർക്ക് വലിയ ഡാറ്റാ സെന്ററുകളുണ്ട്. അതിലെ ഭയങ്കര പവർഫുൾ കമ്പ്യൂട്ടറുകളെ സോഫ്റ്റ്വെയർ വെച്ച് പല ചെറിയ കമ്പ്യൂട്ടറുകളായി ഭാഗിച്ചിട്ടുണ്ടാവും. അതാണ് വെർച്വൽ മെഷീനുകൾ, VMs. ഓ, വെർച്വൽ മെഷീൻ. അതെ, നമ്മളൊരു സെർവർ വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇങ്ങനത്തെ VMകളാണ്. ഈ അടിസ്ഥാന സൗകര്യം വാടകയ്ക്ക് തരുന്ന പരിപാടിക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, IaaS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് എൻഡ് കോഡ് ഒരു VMൽ, ഡേറ്റാബേസ് വേറൊന്നിലിടാം. പക്ഷേ നമ്മുടെ സൈറ്റ് ഭയങ്കര ഹിറ്റായി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ സമയം വന്നു. ഒരു VM താങ്ങുമോ? ഇല്ല, താങ്ങില്ല. അവിടെയാണ് ക്ലൗഡിന്റെ അടുത്ത മാജിക്, സ്കേലബിലിറ്റി. സ്കേലബിലിറ്റി. അതെ, നമുക്ക് വേണമെങ്കിൽ ഒരേ ബാക്ക്-എൻഡ് കോഡ് റൺ ചെയ്യുന്ന 100 VMകൾ ഒരു നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ VMകളുടെ മുന്നിൽ ഒരു ലോഡ് ബാലൻസർ വെച്ചാൽ വരുന്ന റിക്വസ്റ്റുകളെ ഈ 100 പേർക്കുമായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പോൾ ലോഡ് ഷെയർ ചെയ്യും. അതെ, തിരക്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി കൂടുതൽ VMകൾ വരും. തിരക്ക് കുറയുമ്പോൾ എണ്ണം കുറയും. ഇതിനെ ഓട്ടോ സ്കെയിലിംഗ് എന്നു പറയും. നമ്മൾ ഉപയോഗിക്കുന്നതിന് മാത്രം പൈസ കൊടുത്താൽ മതി. കൊള്ളാലോ. സ്വന്തമായി സെർവർ വാങ്ങിയാൽ ഇതൊന്നും നടക്കില്ല. പക്ഷേ ഈ VM ഉണ്ടാക്കുക, അതിൽ OS ഇടുക, കോഡ് ഡിപ്ലോയ് ചെയ്യുക, ലോഡ് ബാലൻസർ സെറ്റ് ചെയ്യുക, ഇതിനും കുറച്ചു പണിയുണ്ടല്ലോ. ഉണ്ട്. ആ പണി കുറയ്ക്കാനാണ് അടുത്ത ലെവൽ, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, PaaS. അതെ, AWS ഇലാസ്റ്റിക് ബീൻസ്റ്റോക്ക്, ഗൂഗിൾ ആപ്പ് എഞ്ചിൻ, അഷ്വർ ആപ്പ് സർവീസ് ഒക്കെ ഉദാഹരണങ്ങളാണ്. ഇവിടെ നമ്മൾ നമ്മുടെ കോഡും കുറച്ച് സെറ്റിംഗ്സും മാത്രം കൊടുത്താൽ മതി. ബാക്കി VM, ലോഡ് ബാലൻസർ, സ്കെയിലിംഗ് ഒക്കെ പ്ലാറ്റ്ഫോം നോക്കിക്കോളൂ. ഓ, അത് കൂടുതൽ എളുപ്പമാണല്ലോ. ഡെവലപ്പർക്ക് കോഡിൽ മാത്രം ശ്രദ്ധിക്കാം. അതെ, ഇനി ഈ ആമസോൺ പോലത്തെ ഭയങ്കര വലിയ ആപ്ലിക്കേഷനുകൾ, അതിന്റെ ബാക്ക് എൻഡ് കോഡ് ഒരു പക്ഷെ ലക്ഷക്കണക്കിന് ലൈൻസ് ഉണ്ടാവും. അതെല്ലാം കൂടി ഒരൊറ്റ വലിയ കോഡായിട്ട് മാനേജ് ചെയ്യുന്നത് ഭയങ്കര പാടല്ലേ? ആയിരിക്കും. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി മൊത്തം പണി കിട്ടാൻ. അവിടെയാണ് മൈക്രോ സർവീസുകൾ എന്ന ആശയം വരുന്നത്. മൈക്രോ സർവീസസ്. അതെ, ആ വലിയ ബാക്ക് എൻഡിനെ ഓരോന്നും ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ചെറിയ ഇൻഡിപെൻഡന്റ് സർവീസുകളായിട്ട് മുറിക്കാം. എങ്ങനെയാ? ഓർഡർ എടുക്കാൻ ഒരു സർവീസ്, പൈസ വാങ്ങാൻ വേറൊന്ന്, യൂസറെ മാനേജ് ചെയ്യാൻ മറ്റൊന്ന്, അങ്ങനെയോ? അതെ. ഓരോന്നിനും അതിൻ്റെതായ കോഡ്, അതിൻ്റെതായ ഡേറ്റാബേസ്, ചിലപ്പോൾ അതിൻ്റെതായ ടീമൊക്കെ ഉണ്ടാവാം. ഇവ തമ്മിൽ എങ്ങനെ സംസാരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ API റിക്വസ്റ്റുകൾ വഴി. ഓർഡർ സർവീസിന് പൈസ വാങ്ങണമെങ്കിൽ അത് പേയ്മെന്റ് സർവീസിന്റെ APIയിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കും. ഓക്കെ, ഇതിന്റെ ഗുണം എന്താ? ഏറ്റവും വലിയ ഗുണം സ്വാതന്ത്ര്യമാണ്. ഓരോ ടീമിനും അവരവരുടെ സർവീസ് തനിയെ ഡെവലപ്പ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാം. മറ്റുള്ളവരെ അത് ബാധിക്കില്ല, API മാറാത്തിടത്തോളം. ഓരോന്നിനും ഇഷ്ടമുള്ള ടെക്നോളജി ഉപയോഗിക്കാം, അല്ലേ? ഒന്ന് പൈത്തണിൽ, ഒന്ന് ജാവയിൽ. അതെ, സ്കെയിൽ ചെയ്യാനും എളുപ്പമാണ്. പേയ്മെന്റ് സർവീസിന് ഭയങ്കര ലോഡാണെങ്കിൽ അതിന് മാത്രം കൂടുതൽ VM കൊടുത്താൽ മതി. കൊള്ളാം. പക്ഷേ ഇത് നടപ്പാക്കാൻ കുറച്ചുകൂടി കോംപ്ലക്സ് അല്ലേ? ഈ സർവീസുകൾ തമ്മിലുള്ള സംസാരം, ഡേറ്റ കൺസിസ്റ്റൻസി. ആണ്. മൈക്രോ സർവീസ് എല്ലാത്തിനും ഉത്തരമല്ല. അത് പുതിയ ചില തലവേദനകളും കൊണ്ടുവരും, പ്രത്യേകിച്ചു ഈ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ പല കോമൺ ജോലികൾക്കും ഇപ്പോൾ നമ്മൾ സ്വന്തമായി മൈക്രോ സർവീസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതെന്താ? ഉദാഹരണത്തിന് ഇമെയിൽ അയക്കുന്നത്. അതിനായിട്ട് ട്വിലിയോ, സെൻഗ്രിഡ്, മെയിൽഗൺ പോലുള്ള കമ്പനികൾ ഒരു റെഡിമെയ്ഡ് ബാക്കെൻഡും APIയും തരുന്നുണ്ട്. നമ്മൾ അവരുടെ API വിളിച്ചാൽ മതി. ഓ. അതുപോലെ യൂസർ ലോഗിൻ ചെയ്യാൻ Auth0, പേയ്മെന്റിന് Stripe, ഇങ്ങനെ പല കാര്യങ്ങൾക്കും തേർഡ് പാർട്ടി സർവീസുകൾ ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഫീച്ചർ ഇങ്ങനെ ഒരു സേവനമായി API വഴി തരുന്നതിനെയാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, SaaS എന്ന് പറയുന്നത്. അപ്പോ IaaS, PaaS, SaaS. അതെ, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇതാണ് ഇന്നത്തെ ക്ലൗഡ് ലോകം.
സ്വന്തമായി ഉണ്ടാക്കുന്നതിനു പകരം ഈ സർവീസുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നല്ലതാണ്. ശരിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ക്ലയന്റ്, സെർവർ, API, ക്ലൗഡ്, മൈക്രോ സർവീസ്, സാസ്. ഇനി അവസാനമായിട്ട് ഈ സാധാരണ ഡേറ്റാബേസുകളല്ലാതെ വേറെ ചില പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള ടൂൾസ് കൂടിയില്ലേ ബാക്കെൻഡിൽ? ഉണ്ട്, ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഉണ്ട്. ആപ്ലിക്കേഷൻ വളരുമ്പോൾ പല ആവശ്യങ്ങളും വരും. ഉദാഹരണത്തിന് ഇപ്പൊ യൂസർമാർക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ഡേറ്റാബേസിൽ വെക്കുന്നത് അത്ര ശരിയല്ല. അതിന് ആമസോൺ S3 പോലുള്ള ബ്ലോബ് സ്റ്റോറേജ് ഉപയോഗിക്കും. ഓക്കെ, വലിയ ഫയലുകൾക്ക്. അതെ, അത് ലോകം മുഴുവൻ വേഗത്തിലെത്തിക്കാൻ ക്ലൗഡ് ഫ്രണ്ട് പോലുള്ള CDN കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് ഉപയോഗിക്കും. വെബ്സൈറ്റിൽ നല്ലൊരു സെർച്ച് വേണമെങ്കിലോ? ഗൂഗിൾ പോലെ. അതിന് ഇലാസ്റ്റിക് സെർച്ച് പോലുള്ള സെർച്ച് ഡേറ്റാബേസ് ഉപയോഗിക്കാം. സൈറ്റ് സ്ലോ ആവാതിരിക്കാനോ? അതിന് റെഡിസ് പോലുള്ള ക്യാഷ് ഉപയോഗിക്കാം. ഇടയ്ക്കിടെ വേണ്ട ഡാറ്റ പെട്ടെന്നെടുക്കാൻ. ഡേറ്റ അനലൈസ് ചെയ്യാൻ? അതിന് സ്നോഫ്ലേക്ക്, ബിഗ് ക്യൂറി പോലുള്ള അനലിറ്റിക്കൽ ഡേറ്റാബേസിലേക്ക് ഡാറ്റ കോപ്പി ചെയ്ത് അവിടെ അനാലിസിസ് നടത്താം. ഒരു കാര്യം കുറച്ച് കഴിഞ്ഞ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്യണമെങ്കിലോ? നാളെ ഒരു ഇമെയിൽ അയക്കണം. അതിന് RabbitMQ, SQS പോലുള്ള ജോബ് ക്യൂ ഉപയോഗിക്കാം. ജോലികളെ ഒരു ക്യൂവിലിട്ട് വയ്ക്കും, വർക്കർമാർ വന്ന് അത് ചെയ്തോളും. ഓ, അപ്പോൾ ഒരു വലിയ സൈറ്റിന്റെ പിന്നിൽ ഈ പറഞ്ഞ പ്രധാന കാര്യങ്ങൾക്ക് പുറമെ ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ ടൂൾസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതെ, ഓരോന്നിനും ഓരോ സ്പെസിഫിക് പ്രശ്നം പരിഹരിക്കാനാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. ഏതുപയോഗിക്കണമെന്നത് നമ്മുടെ ആവശ്യകത അനുസരിച്ചിരിക്കും. പക്ഷെ അടിസ്ഥാനം നമ്മൾ ഈ പറഞ്ഞ ക്ലൗഡ്, ബാക്ക് എൻഡ് ഫ്രെയിംവർക്ക്, ഡേറ്റാബേസ്, API ഒക്കെ തന്നെയാണ്. അതുതന്നെ. അതിൽ നല്ലൊരു ധാരണയുണ്ടെങ്കിൽ ബാക്കിയൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വെബ്സൈറ്റുകളുടെ അണിയറ രഹസ്യങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തി. സിമ്പിൾ ക്ലയന്റ് സെർവർ മുതൽ ഭയങ്കര കോംപ്ലക്സ് ആയ ക്ലൗഡ് സെറ്റപ്പുകളും മൈക്രോ സർവീസുകളും വരെ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതെന്താന്ന് വെച്ചാൽ, നമ്മൾ ചുമ്മാ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും എത്രയോ സങ്കീർണവും എന്നാൽ ഓർഗനൈസ്ഡുമാണ് എന്നുള്ളതാണ്. തീർച്ചയായും. ഇനി നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഓർത്തുനോക്കൂ, ഈ ഡാറ്റാബേസുകൾ, APIകൾ, ലോഡ് ബാലൻസറുകൾ, ക്ലൗഡ് ഇവയെല്ലാം ഒരുമിച്ചാണ് ആ അനുഭവം നിങ്ങൾക്ക് തരുന്നത്. കൗതുകം തോന്നുന്ന ഒരു ലോകം തന്നെ. അതെ, ഈ ഒരു വിശകലനം ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പുതിയ ചില കാഴ്ചപ്പാടുകൾ നൽകിയെന്ന് കരുതുന്നു. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ഇതിൽ നിന്ന് നമുക്ക് അടുത്തതായി ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്: നമ്മുടെ ഓൺലൈൻ ജീവിതം ഏതാണ്ട് മുഴുവനായും ഈ വിരലിലെണ്ണാവുന്ന ക്ലൗഡ് ഭീമന്മാരുടെ AWS, ഗൂഗിൾ, ആഷൂർ കയ്യിലാണിപ്പോൾ. ഇത് ടെക്നോളജിക്ക് നല്ലതാണെങ്കിലും ഇന്റർനെറ്റിന്റെ ഒരു വികേന്ദ്രീകൃത സ്വഭാവത്തിന്, നമ്മുടെ ഡേറ്റയുടെ പ്രൈവസിക്ക്, മത്സരത്തിനുമൊക്കെ ഇത് ഭാവിയിൽ എന്തു മാറ്റങ്ങളാണ് ഉണ്ടാക്കുക? അതൊരു പക്ഷേ നമുക്ക് മറ്റൊരു ദിവസം ആലോചിക്കാവുന്നൊരു വിഷയമാണ്.